കർത്താവിലാണ് വിശ്വാസം, സ്നേഹമാണ് പ്രവൃത്തി, ആത്മായ പ്രവർത്തനമാണ് ജീവിതം. എങ്കിലും ആയോധന കലയിൽ അഗ്രഗണ്യനായ ഒരു അച്ഛനുണ്ട്. ആരെന്നല്ലേ കാണാം. 1 2 3 set 3 ഞാൻ നേരത്തെ പറഞ്ഞ ആ താരം ഈ മനുഷ്യനാണ് ഫാദർ ജേക്കബ് ജോൺ. ഫാദറെ, ഞാനൊക്കെ സിനിമയിലാണ് ഈ ഇടിയൻ അച്ഛന്മാരെ കണ്ടിട്ടുള്ളത്. എങ്ങനെയായി കരാട്ടയിലേക്ക് എത്തിയത്? അതൊരു കൊച്ചു കഥയാണ്. കൊച്ചു നമുക്ക് വലുതാക്കി പറയാം. കുട്ടിക്കാലത്ത് അടുപ്പിച്ച് അസുഖങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചതാണ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ ഏറ്റവും നല്ല മാർഗം കരാട്ടെ ക്ലാസ് ചെന്ന് ചേർന്നു. അവിടെ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് തുടങ്ങിയതാണ്. ഒരു 6.5 വയസ്സൊക്കെ ഉള്ള സമയത്തായിരുന്നു. പിന്നെ ഇതുവരെ നിർത്തിയിട്ടില്ല. ഈ എത്ര ശിഷ്യന്മാരുണ്ട് ഇപ്പം? ഞാൻ 21,000-ത്തിലധികം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും വന്ന ആൾക്കാർ പഠിച്ചിട്ട് പോകും. ഇപ്പോഴും വളരെയേറെ കുട്ടികളും എങ്ങനെയാണ് ഈ വൈദിക ജീവിതത്തിനൊപ്പം തന്നെ ഈ കരാട്ട ക്ലാസ്സും ഒക്കെ കൊണ്ടുപോകുന്നത്? കരാട്ടെ ഒരു ആയോധന കലയാണ്. ആയോധന കലകളെല്ലാം ആത്മീയമാണ്. അതിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ എസൻസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് അവരെ മാറ്റുക എന്നതിനേക്കാൾ നല്ല മാർഗം നല്ലൊരു ജീവിതശൈലി പകർന്നു കൊടുക്കുക. knee then back back up forward knee. ഈ വൈദികനാകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വൈദികനായതിന്റെ ഒരു ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ഇതാണോ ആദ്യം കിട്ടുന്നത് അതോ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ട്? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് മാത്രമല്ല, നല്ലൊരു കരാട്ടെ അധ്യാപകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സെമിനാരി അഡ്മിഷൻ. അതിന് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു അനുഭവം, ഒരു പേരൻ്റ് ഒരു കുട്ടിയെ വലിച്ചെറിഞ്ഞ് തരുന്നത് പോലെ എൻ്റെ അടുത്തോട്ട് തന്നു. അത് വളരെ മോശമായ ജീവിതശൈലി ഒരു കുട്ടിയായിരുന്നു. ഞാൻ അവനെ കരാട്ടയുടെ ബാല്യപാഠങ്ങൾ പഠിപ്പിച്ച് തുടങ്ങി. അവൻ അത് ചെയ്ത് തുടങ്ങി അവൻ അവസാനം ബ്ലാക്ക് ബെൽറ്റായി. ഇന്ന് അവരൊക്കെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് നന്നായിട്ട് ജീവിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങ് കരാട്ട മാത്രമല്ല, യോഗയും മെഡിറ്റേഷനും എല്ലാം കൂടി ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ? ആ രീതി ഞാൻ ഒരു 30 വർഷം മുമ്പ് വളരെ യാദൃച്ഛികമായിട്ട് പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം പഠിക്കാനിടയായി. അപ്പോൾ അതിൻ്റെ മെഡിറ്റേഷൻസ്, അതിൻ്റെ യോഗ, അതിൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസുകൾ അത് തുടരെ ഇപ്പോൾ ഇതുവരെ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ട്രെയിനറായിട്ട് വിളിച്ചു. അവിടുന്ന് അങ്ങനെ അതിൻ്റെ ട്രെയിനറായി. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയി അതിൻ്റെ ട്രെയിനിങ്, പ്രാണിക് ഹീലിംഗ്, അർഹാറ്റിക് യോഗ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇന്റർനാഷണൽ ട്രെയിനറാണ്. അതെ. പഞ്ച് ചെയ്ത് ഈ പഞ്ച് പേര് ജസ്റ്റ് ടച്ച് ചെയ്തു. ഈ സമയത്ത് നമുക്ക് അറ്റാക്ക് ചെയ്തെടുക്കാം ഒരേ സമയം. അജ്മി ഈ കരാട്ടയൊക്കെ പഠിച്ചല്ലോ, ഒരിക്കലെങ്കിലും ഒന്ന് പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സ്പിരിച്വൽ ആസ്പെക്റ്റിലാണെന്ന് മാത്രം. ഇതിൻ്റെ എസൻസ് മെഡിറ്റേഷന്, യോഗയും ഇതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം പ്രയോഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല. ഇല്ല. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്താൽ എൻ്റെ ശക്തി ചോർന്നു പോകുന്ന ആക്രമണത്തിനുള്ള ഒരു ആയോധന കല അല്ല. ആയോധന കലകൾ എല്ലാം അഹിംസയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പം ഗംഭീര കക്ഷിയാണ്. അന്നേരം പണി അതിഗംഭീരമായിട്ട് പോട്ടെ. താങ്ക് യു. പോകണം. എല്ലാ ആശംസകളും.